നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ തന്നെ അച്ഛന്റെ ജോലി ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ച്. ആ ജോലി ചെയ്താ പതിയെ നിന്റെ ആത്മവിശ്വാസം കൂടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വെറുതെ ആ ജോലിക്ക് കയറാൻ പറഞ്ഞ നീ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറുമെന്ന് എനിക്കറിയായിരുന്നു. അതാ എനിക്ക് പോലീസ് പണി ഇഷ്ടമല്ലാത്ത പോലെ ഞാനൊരു നാടകം കളിച്ചത്. അതിന്റെ പേരില് ശ്രുതി പോലും എന്നെ ചീത്ത പറഞ്ഞു. അച്ഛൻ ആഗ്രഹിച്ച പോലെ നിന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് എല്ലാവരുടെ മുന്നിൽ വില്ലനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അത് സാരമില്ല, കാരണം എനിക്ക് വലുത് നിന്റെ ഭാവിയായിരുന്നു. മഹേഷ്, ഞാൻ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ മഹിമയുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഞാനേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ പണ്ട് ഉത്തരവാദിത്തമില്ലാത്തൊരുത്തനായിരുന്നു. പക്ഷെ അച്ഛന്റെ മരണം എന്നെ വല്ലാതെ മാറ്റി മനുഷ്യ. ഇത്രയും കാലം തലതെറിച്ച് കിടന്ന് ഒരുത്തനെ ഒരു സുപ്രഭാതത്തിൽ ചേട്ടനായിട്ട് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ചേട്ടനായിട്ട് വേണ്ട, ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടോടെ. മഹേഷ്, സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. മഹേഷ്, നീ എന്റെ ചോരയാ. ആ സ്നേഹവും വിശ്വാസവും എന്നും നിന്നോട് എനിക്കുണ്ടാവും. നിന്നെ 100 കുറ്റം പറയുമെങ്കിലും മഹിമയ്ക്കും നിന്നോട് അങ്ങനെ തന്നെയാ. അതുകൊണ്ട് നിനക്ക് ഞങ്ങളുടെ മനസ്സിലൊരു സ്ഥാനമില്ലെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. എന്നാ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു കാര്യം ചോദിച്ചാ നീ ചെയ്യൂ? എന്താ? നാളെ നീ ആ ചെറുക്കനെ ഒന്ന് കാണും. ഇപ്പൊ നിനക്കൊരു ജോലിയുണ്ട്, ഈ വീടിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് സമയം പോകുന്ന നീ അറിയില്ല. മഞ്ജു, നിനക്ക് സ്വന്തമായിട്ടൊരു കുടുംബം വേണം. അത് കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കേണ്ടതേ എന്റെ ജോലിയാ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്തേനെ. അച്ഛൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിന് കല്യാണം ഒരു തടസ്സമാണ്. വരാൻ പോകുന്ന പയ്യനെ നീ ഒന്ന് കാണ്. നിന്റെ പ്രശ്നങ്ങളൊക്കെ അവനോട് പറ. അവൻ നിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിലോ. മഞ്ജു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ പേരാ ഗിരിയുമായി ചേർത്ത് നാട്ടുകാർ കഥകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും ചോദ്യം ചെയ്യുന്നേ നമ്മുടെ അച്ഛനെയാണ്. സാറ് ഒരച്ഛനെന്ന നിലയിൽ തോറ്റെന്ന് ആരെങ്കിലും പറഞ്ഞ അത് നമുക്ക് സഹിക്കാൻ പറ്റൂ? അങ്ങനെ ചിലരുടെ വാഴപ്പിക്കാനെങ്കിലും നിനക്ക് ഈ പെണ്ണ് കാണലിൽ സമ്മതിച്ചൂടെ? എന്താ നീ ഒന്നും പറയാത്തെ? ഞാൻ നാളെ ലീവ് എടുത്തോളാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. എന്നാലും അവൾ ഇത്രയും വേഗം സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛന്റെ സെന്റിമെന്റ്സ് വെച്ച് ഞാൻ ഒരു കാച്ചി
അവൾ അതിൽ മൂക്കും കുത്തി വീണു. അല്ലെങ്കിലും നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. ഇനി എങ്ങനെയെങ്കിലും ഈ ചെറുക്കനെ ഇഷ്ടാണെന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചാ മതി. പിന്നെ ഈ വീട് നിനക്കുള്ളതാ. ആഹാ, ഇത്രയും നേരമായിട്ട് ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ? ദേ മോളെ, അവരിപ്പോ ഇങ്ങെത്തും, പെട്ടെന്നാട്ടെ. ഇപ്പൊ കഴിയോ അമ്മാവ? ഗോപിയേട്ടാ, ദേ അവരെത്തി. ആ മോളെ, അവരെത്തി, പെട്ടെന്നാട്ടെ. ചേച്ചി, ചെറുക്കനെ ഒന്ന് കണ്ടിട്ട് വരാവേ. ആ വരണം വരണം. ഞാൻ ഗോപി, മോളുടെ അമ്മാവനാ. ഇത് എന്റെ ഭാര്യ ശോഭന. ഇത് കുട്ടിയുടെ ചേട്ടനാ മഹേഷ്. നമസ്കാരം. ചേച്ചി, ചെക്കൻ തന്നെ ചുള്ളനാട്ടോ. നമസ്കാരം. ഇതാണ് എന്റെ അച്ഛനും അമ്മയും. ഞങ്ങള് വൈകിയോ? ഏയ്, കൃത്യസമയത്ത് തന്നെ വാ, വാ, എത്തിയത്. നമുക്ക് അകത്തിട്ട് സംസാരിക്കാം. വാ. അതാട്ടെ. മോള് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഇവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായി അന്വേഷിച്ചിട്ടേ ഇവന് ഞങ്ങളൊരു പെണ്ണിനെ കണ്ടുപിടിക്കും. ഇവര് കൂടുതൽ അന്വേഷിച്ച ഗിരിയുമായിട്ടുള്ള അവരുടെ കഥകളെല്ലാം അറിയും. എന്താ? അല്ല, നകുലേട്ടൻ ഓൺലൈനിൽ അത്ര ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. ഒന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. എനിക്ക് ഈ ഓൺലൈൻ പരിപാടികളൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. അതൊക്കെ വലിയ ശല്യമാണെന്നേ. വെറുതെ പരദൂഷണവും വൃത്തികേട് മാത്രമേ അതിൽ കാണും.